അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻസ് റിയൽ ലൈഫ് മാനേജർ. No. I don't know. എല്ലാം തലേ കെട്ടിയൊക്കെ ഗൂഗിളോ? ധ്യാനൊരു പരസ്യം കഴിഞ്ഞ് ഉടനെ അജു അതിന്റെ പരസ്യം ചെയ്യുന്നതാണോ? സത്യം പറയാലോ, കാശ് അവന്റെ കയ്യിലുണ്ട്. അവൻ ചെയ്യുന്ന പോലെ പടം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഷോസ്. ചിത്രാമ്മയുടെ കൂടെ പാട്ട് പാടുന്നു വെംബ്ലി സ്റ്റേഡിയത്തിൽ. അതാ, അതും വെറുതെ അല്ല, 2 അടിച്ചിട്ട് ഒരു ധൈര്യത്തിന് 2 അടിച്ചിട്ടുണ്ട് കേട്ടോ. നീരജ് മാധവ്, എ ഫുൾ ടൈം റാപ്പർ ഓർ എ ഫുൾ ടൈം ഫുൾ ടൈം ഒന്നുമല്ല, ഫുൾ ടൈം എല്ലാമാണ്. ഫുൾ ടൈം ആർട്ടിസ്റ്റ്. ഒന്നുകൂടെ, വാട്ട് ഈസ് അജു വർഗീസ് നെറ്റ്വർക്ക്? അത് ബാങ്കിലെ ലോൺ മാനേജർക്ക് പോയി ചോദിച്ചു. അത് അടയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അടച്ചെടുക്കാം. വാട്ട് ഈസ് നീരജ് മാധവ്സ് നെറ്റ്വർക്ക്? കോടികൾ കിടക്കുമല്ലേ. ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ സെർച്ച് ചെയ്തു, 3 days സെർച്ച് ചെയ്തൊക്കെ. അതെ, അതിപ്പം മലയാളി ഒരാളിരുന്ന് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാ അങ്ങനെ അവിടുന്ന് ഒരു കാസ്റ്റിംഗ് അടുത്ത് നടക്കാൻ ഇവിടെ രക്ഷപ്പെടാൻ പറ്റാത്ത ആരും ഇല്ല. അവിടെ പോയിട്ട് വല്ല വകുപ്പുണ്ടോ? ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ കന്നഡ. ഇപ്പൊ ഇറങ്ങാനുള്ള സിനിമ മാധവൻ, കങ്കന റനോട്ട്, നീരജ്, ഹിന്ദി തമിഴ് ഷൂട്ട് കഴിഞ്ഞു. സിംഗ് സൗണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന്. മോസ്റ്റ് ഗൂഗിൾ സെർച്ച് നീരജിനും അജുവിനും 2 questions. ഓക്കെ, സെർച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വായിച്ചു നോക്കാം. അത് നീരജിന്റെ വേണോ? നീരജ്. ഓക്കെ. നീരജ് മാധവ്, എ ഫുൾ ടൈം റാപ്പർ ഓർ എ ഫുൾ ടൈം ആക്ടർ? ഫുൾ ടൈം ഒന്നുമല്ല, ഫുൾ ടൈം എല്ലാമാണ്. ഫുൾ ടൈം ആർട്ടിസ്റ്റ്. ഓക്കെ. പെർഫോമറാണ്. അതെ, ഐ മീൻ ആർട്ടിസ്റ്റ്. കാരണം ഒരു കാറ്റഗറിയിൽ നമ്മൾ എല്ലാവർക്കും കാറ്റഗറി പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഇതിലിട്ടിട്ടുള്ളത് ആക്ടർ പ്രൈമറിലി നമ്മളൊരു പൊതു സന്നിധിയിലോട്ട് എത്തുന്ന ആക്ടറായിട്ടാണ്. ആക്ടർ/എന്റർടൈനർ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഐ ലൈക്ക് ടു എന്റർടൈൻ പീപ്പിൾ. അപ്പൊ ഇനി ഫോം ഓഫ് എന്റർടൈൻമെന്റ് എന്ന് നമ്മളൊരു തസ്തികയിൽ പെട്ട് കഴിഞ്ഞാൽ ഇച്ചിരി പാടാ അത് ഊരി വരാൻ, അല്ലേ? റാപ്പർ എന്ന് വിളിക്കുമ്പോ ഞാൻ അങ്ങനെ ഐ ഡോണ്ട് ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ റാപ്പർ. അപ്പം മ്യൂസീഷ്യനോ അല്ലെങ്കിൽ അതെ. അപ്പൊ അജുവിന്റെ അടുത്ത് ഓക്കെ. അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻസ് റിയൽ ലൈഫ് മാനേജർ. No. I don't know. എല്ലാം തലേ കെട്ടിയൊക്കെ ഗൂഗിളോ? ഇത് നമ്മൾ ടൈപ്പ് ചെയ്താണോ? അല്ലല്ല, നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് അജു വർഗീസ് അടിക്കുമ്പോ ഇങ്ങനെ വരുമല്ലോ. റീസൺസ് ചിലപ്പോ നാളെ ചെക്ക് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും. ഈയിടെ ആരോ സെർച്ച് ചെയ്താണോ? ആയിരിക്കണം. ഡേറ്റ് അതായത് വാട്ട് ഈസ് അജു വർഗീസ് നെറ്റ്വർക്ക്? നെറ്റ്വर्थോ? അത് ബാങ്കിലെ ലോൺ മാനേജർക്ക് പോയി ചോദിച്ചു. അത് അടയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അടച്ചെടുക്കാം. അപ്പൊ അവര് പറഞ്ഞു ഇത്രയാണ് അടയ്ക്കേണ്ടത്, അടച്ചിട്ട് പോയിക്കോളൂ. സെറ്റിൽ അന്നേരം അവരെ ചോദിച്ചാൽ ആരാ ടൈപ്പ് ചെയ്ത് ആരാണോ വേഗം പോവുക. How many movies did Aju Varghese act in a single year? എണ്ണീട്ടില്ല. 10, 12 മൊത്തം എത്ര പടമായി കാണും? എക്സാക്ട് അറിയില്ല. 150 പ്ലസ് 150 മുകളിൽ ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ടാവണം. പ്ലൂട്ടോ ഒരു 8 to 12 ഇടയിൽ കാണുമായിരിക്കും എന്തായാലും. ഏറ്റവും കൂടുതൽ പടം ചെയ്ത വർഷം അതാ വർഷം 15 ഒക്കെ ആയിരിക്കും. 15 ആ സമയമായിരിക്കും, അറിയില്ല. അങ്ങനെ നമുക്ക് റിലീസ് വെച്ച് നമുക്ക് പിന്നെയും കൗണ്ട് ചെയ്യാൻ പറ്റും. ആക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ഓർക്കാൻ പറ്റും. ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അതെ. റിലീസ്ഡ് ആക്കാൻ വേണമെങ്കിൽ ഒരു വർഷം റിലീസ് അയക്കുന്നതെന്നേ നമുക്ക് പറയാം. ശരി, ഓക്കെ. ഇത് തന്നെ അവിടെ ചോദ്യം ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് നീരജ് മാധവ്സ് നെറ്റ്വർക്ക്? ഒരുപാടുണ്ടല്ലോ. ആർട്ടിസ്റ്റ്, കോടികൾ കിടക്കുമല്ലേ. ഹിന്ദി, തമിഴ്. പിന്നെ ഇപ്പൊ നിങ്ങൾ പരസ്യങ്ങൾ, ധ്യാനൊരു പരസ്യം കഴിഞ്ഞ് ഉടനെ അജു അതിന്റെ പരസ്യം ചെയ്യുന്നതാണോ? സത്യം പറയാലോ, കാശ് അവന്റെ കയ്യിലുണ്ട്. അവൻ ചെയ്യുന്ന പോലെ പടം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഷോസ് അല്ലേ? അത് ഞാൻ എങ്ങനെ വെച്ചാൽ ഞാനും മറ്റേ ചിത്രാമ്മയുടെ കൂടെ പാട്ട് പാടുന്നു വെംബ്ലി സ്റ്റേഡിയത്തില്. അതാ, അതും വെറുതെ അല്ല, 2 അടിച്ചിട്ട്. അത് പറയുന്നു.
ആ ധൈര്യം. ആ ഒരു ആംഗിൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിലർ എൻ്റെ അടുത്ത് പറയും കുറച്ച് യു ഷുഡ് ബി ഇൻ ഇറ്റ് ഫോർ ദ മണി പാർട്ട് ഓൾസോ എന്ന് വെച്ചാൽ ഞാനിപ്പം കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ ഞാൻ നമ്പർ ഓഫ് മൂവീസ് ഭയങ്കര കുറവല്ലേ, അപ്പം നമ്മുടെ ആ ഒരു പടത്തിന്റെ ശമ്പളം അങ്ങനെ ടാലി ആവില്ലല്ലോ. അപ്പം കുറച്ച് പടങ്ങൾ, അതായത് പുതിയ കാറൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം തോന്നുന്നു, 1-2 പടം ചെയ്യാം. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 2 ഊള കഥ കേട്ടിട്ടുണ്ടാവും, ഊളയോ അല്ലെങ്കിൽ ഒരു മീഡിയോക്കറൊക്കെ ആയിരിക്കും, പാസബിൾ ആണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും, ഈ പടത്തിന്റെ സെറ്റിൽ ഫസ്റ്റ് ഡേ മുതൽ പോയിട്ട് ഇത് വർക്കാകാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു 40-50 ദിവസം ഇതിനകത്ത് നമ്മൾ അഭിനയിക്കുന്നതിന്റെ, കാരണം തുടക്കത്തിലെ നമുക്കൊരു കൺവിക്ഷൻ കാണുമല്ലോ, എനിക്കത് പറ്റുന്നില്ല. എനിക്ക് ഫുള്ളി ഇന്നാവാത്തൊരു പരിപാടിയിലോട്ട് അല്ലെങ്കിൽ പക്ഷെ നമുക്ക് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല കഥയായിട്ട് വരുന്ന പിള്ളേർക്ക് പലപ്പോഴും പ്രൊഡ്യൂസറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അത് നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പം ഗൗതമൻ രഥം വന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഇപ്പം പക്ഷെ പലപ്പോഴും ഈ പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കുന്ന വേറൊരു സ്കില്ല, അവർക്ക് വേറെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ഫുൾ പ്രൊഡ്യൂസർ റെഡി ടു ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ അഡ്വാൻസ്, ഫുൾ പൈസ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ചില പടം. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് പാളൂന്ന് ഉറപ്പാ. അപ്പം ചിലര് അങ്ങനെ ഇടയ്ക്ക് വോളിയം ഗെയിമിൽ ഒരു 2-3 അടിച്ച 2 ഇടയിൽ കൂടെ പിടിക്കുന്ന പരിപാടിയുണ്ട്. എനിക്ക് അത് ചെയ്യണം ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മൾ അതിനൊരു ജോബായിട്ട് കാണാതെ അതിനൊരു പാഷനായിട്ട് കാണുമ്പോൾ അറിയില്ല ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ ഐ ഹോപ്പ് ഐ ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് അധികം ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അതായിരുന്നു ഞാൻ ഇച്ചിരി നന്മയുടെ വലിയ സമ്പാദ്യം ഇല്ലെന്ന് പറയാൻ വേണ്ടി. അജിന്റെ അടുത്ത് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫൈനൽ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ. ഇതിൽ ഏത് ചോദിക്കണം ഏതെങ്കിലും നോക്കട്ടെ. ഈസ് നീരജ് മാധവ് ഫ്ലുവന്റ് ഇൻ ഹിന്ദി? നോ, I can only. ഇവിടെ ഗൂഗിളിൽ ഇപ്പൊ അത് ചെക്ക് ചെയ്യേണ്ട കാര്യം. അതിന്റെ മേളിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഹൗ ഡിഡ് നീരജ് മാധവ് ഗെറ്റ് എ റോൾ ഇൻ ഫാമിലി മാൻ? മേബി അത് ഹിന്ദി എനിക്ക് ഞാൻ അതപ്പോ നോർത്ത് ഇന്ത്യൻ സെർച്ചാ അടുത്ത കാസ്റ്റിംഗ് വരാറ്. പിന്നെ അങ്ങനെ സെർച്ച് വരത്തില്ല. ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ സെർച്ച് ചെയ്തു ഹിന്ദി അറിയാവുന്നതൊക്കെ. അതിപ്പം മലയാളി ഒരാളിരുന്ന് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാ അങ്ങനെ അവിടുന്ന് ഒരു കാസ്റ്റിംഗ് അടുത്ത് ഇവിടെ രക്ഷപ്പെടാൻ പറ്റാത്ത ആരും അവിടെ പോയിട്ട് വല്ല വകുപ്പുണ്ടോ? അപ്പൊ അതിന് ക്ലൂ തന്നതിന് ഇത് കിട്ടുവാണെങ്കിൽ ചെലവ് വേണേ. അല്ല ഇതിപ്പോ ഞാനാ അവരോട് ഹിന്ദി വരുവാണ്, പ്രൊജക്ട് വരുവാണെങ്കിൽ ഇപ്പൊ ഹിന്ദിയിൽ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. പിന്നെ ഹിന്ദി എനിക്ക് നമുക്ക് നിറകളമായിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷെ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് സ്കൂളിൽ ഹിന്ദി ആയിരുന്നു. ഏക് ചിടിയാ തീ ആ സാധനല്ലേ, പഠിച്ചിട്ടില്ല? മലയാളമായിരുന്നു. ഹിന്ദി എനിക്ക് അറിയത്തേ ഇല്ല. നിങ്ങൾ ആരും ഹിന്ദി പഠിച്ചിട്ടില്ലേ? ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹിന്ദി പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. 7th വരെ. പക്ഷെ എനിക്ക് മറ്റേ 8th വരെ, 9th 10th. എനിക്ക് അത്യാവശ്യം തിക്കായിട്ടുള്ള ആക്സെന്റ് ഉണ്ട്. അപ്പം സൗത്ത് ഇന്ത്യൻ റോൾസ് മാത്രമേ എനിക്ക് ഹിന്ദിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെ അതിനകത്ത് ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ കന്നഡ ഇപ്പൊ ഇറങ്ങാനുള്ള സിനിമ മാധവന്റെ കങ്കന റനോട്ട് നീരജ് ഹിന്ദി തമിഴ് ഷൂട്ട് കഴിഞ്ഞു. സിംഗ് സൗണ്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന്. അല്ല ഞാൻ ഇടയ്ക്ക് ഞാൻ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഇത്ര നമ്മളുടെ പേരിൽ വരുന്ന പടമല്ല, പക്ഷെ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ക്യാരക്ടറാണ് അങ്ങനെ ഇടയ്ക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് മലയാളത്തിൽ തന്നെ ചെയ്യാന്നുള്ള, മലയാളത്തിലെ ഒരു മുൻനിരയിലേക്ക് വരിക, നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, തിയേറ്റർ ഹിറ്റ് അടിക്കുക, ആ ഒരു ഹൈയിൽ എങ്ങനെ നിൽക്കുന്നത്. കളർ പരിപാടി ഫെസ്റ്റിവൽ, അല്ലു അർജുൻ പടങ്ങൾ പഴയ ആര്യ ഹാപ്പി ആ സാധനം പിടിക്കുക, അങ്ങ് മൂഡിൽ ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ട്രിപ്പിലാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനത്തെ പടങ്ങൾ വരട്ടെ. അതെ, ഓക്കെ.